അറിയാലോ, 19 അവളുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ അവൾക്ക് കല്യാണ ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വരുന്ന ആലോചനയ്ക്ക് സമ്മതം അറിയിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ തന്നെ +2 മാത്രം പഠിപ്പുള്ളവളെ ആര് കെട്ടാൻ വരാനാ? വല്ല കൂലിപ്പണിക്കാരനെ നോക്കണം. വിശ്വ ചുണ്ടുകൂട്ടി. ആശയുടെയും ഹരിധറിൻ്റെയും മുഖം താഴ്ന്നു. അവരുടെ വാക്കിനു മുകളിൽ വേറെ തീരുമാനമില്ലെന്ന് അറിയാം. സ്വന്തം മകളുടെ കാര്യങ്ങൾ പോലും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും തങ്ങൾക്കവിടെയില്ല. അപ്പോൾ പിന്നെ അവളുടെ കാര്യം പറയണോ? എങ്ങനെയായാലും അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി. ആശേ, നീ പോയി അവളെ വിളിച്ചിട്ട് വാ. ഞാൻ തന്നെ അവളോട് കാര്യം പറയാം. രാജേശ്വരിയുടെ കൽപ്പന കേൾക്കെ ആശ പടികൾ കയറി മുകളിലേക്ക് നടന്നു. അവർ തിരിച്ചു വരുമ്പോൾ പുറകിൽ ഒരുവളുണ്ടായിരുന്നു. ഗൗരി കൃഷ്ണ. കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന സൗന്ദര്യമാണ് അവൾക്ക്. തുളസിക്കതിരിന്റെ നൈർമല്യമുള്ളവൾ. ഭൂമിക്ക് വേദനിപ്പിക്കാതെയുള്ള അവളുടെ നടത്തം പോലും ചേലാണ്. ഒരു നിമിഷം ആരും നോക്കി നിന്നു പോകും ആ പെണ്ണിനെ. അമ്മയുടെ പുറകിലായി പതുങ്ങി തല താഴ്ത്തി നിന്നവൾ മെല്ലെ കണ്ണുകൾ ഉയർത്തി മുത്തശ്ശിയെ നോക്കി. പുതിയ ആലോചന വന്നിട്ടുണ്ട്. ചിലപ്പോൾ നാളെ തന്നെ അവർ നിന്നെ കാണാൻ വരും. ഒരുങ്ങി നിന്നോണം. ആജ്ഞാപിക്കുന്ന മുത്തശ്ശിയെ നോക്കി മെല്ലെ തലയാട്ടിയവൾ. അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാണ്? എല്ലാം അവർ തീരുമാനിച്ചു കാണും. തൻ്റെ സമ്മതം പോലും അവർക്ക് വേണ്ടല്ലോ. അറിയാലോ, ഇതുവരെ വന്ന 5 ആലോചനകളാണ് കാരണമില്ലാതെ മുടങ്ങിപ്പോയത്. ഇതും കൂടി അങ്ങനെ ആവർത്തിച്ചാ ഇതോടെ ഞങ്ങളെല്ലാം നിർത്തും. പിന്നെ ഇവിടെ തന്നെ നിന്റെ ജീവിതം ഒടുങ്ങും. അവരുടെ സംസാരത്തിൽ ഒന്നും ഞെട്ടിയെങ്കിലും ആരെയും നോക്കിയില്ല ഗൗരി. ഇനിയും ഇവിടെ ജീവിക്കുന്നത് അവൾക്ക് ഓർക്കാൻ പോലും ആവുമായിരുന്നില്ല. പൊക്കോ. വീണ്ടും അവരുടെ ആജ്ഞ എത്തിയതും വന്നപടി തലയും താഴ്ത്തി പടികൾ കയറിയവൾ. ആ പോക്ക് കാണെ 2 പേരുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞപ്പോൾ 2 കണ്ണുകൾ ഈറനായി. മകളുടെ വിധിയെയോർത്ത് സ്വയം വെറുപ്പും ദേഷ്യവും തോന്നി അവർക്ക്. പാവം എൻ്റെ മോൾ, നിന്ന് കണ്ണീരൊഴിക്കാതെ കയറിപ്പൊടി. അമ്മയൊന്നു നോക്കി സാരി തലപ്പ് കണ്ട് കണ്ണുനീറൊപ്പി അവർ അടുക്കളയിലേക്ക് നടന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ. മണിമംഗലം തറവാട്. പാലക്കാട് ചിറ്റൂർ എന്ന കുഞ്ഞുനാട്ടിലെ വലിയ പേരുകേട്ട തറവാടാണ് മണിമംഗലം. ഏക്കർ കണക്കിന് തോട്ടവും വയലുമാണ് അവരുടെ സമ്പാദ്യം. ആ തറവാട് ഭരിക്കുന്ന രാജ്ഞിയാണ് രാജേശ്വരി. അഹങ്കാരവും പകയും ധാർഷ്ട്യവും നിറഞ്ഞ അവർക്കുള്ള വലിയ പ്രശ്നം പെൺകുട്ടികളെ കണ്ണിൽ പിടിക്കില്ല എന്നതാണ്. താനൊരു സ്ത്രീയാണെന്ന ബോധമില്ലാതെ മരുമക്കളെയും പേരക്കുട്ടികളെയും അവർ ഒരുപോലെ വെറുതിരുന്നു. ഭർത്താവ് സത്യപ്രതാപം മരിച്ച് 6 വർഷമാകുന്നു. അവർക്ക് 2 മക്കളാണ്. അവരുടെ പ്രാർത്ഥന പോലെ 2 ആൺമക്കൾ തന്നെ. മൂന്നാമതൊരു പെൺകുഞ്ഞ് ജനിച്ചാലോ എന്ന ഭയത്തിൽ അവർ വീണ്ടും ഗർഭം ധരിച്ചില്ല എന്ന് വേണം പറയാൻ. വിശ്വൻ അമ്മയുടെ വാൽ, അല്ലെങ്കിൽ വലങ്കൈ. എല്ലാത്തിനും അമ്മയുടെ കൂടെ അയാളുണ്ടാവും. രാജേശ്വരി പ്രിയപ്പെട്ട പുത്രനാണയാൾ. ഭാര്യ പ്രേമ. മക്കൾ, ഒരാൾ അഭിഷേക്, ബാംഗ്ലൂരിൽ ലാബ് ടെക്നീഷ്യനാണ്. രണ്ടാമത് ആര്യൻ, അവൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. 3 അനന്യ. ഭർത്താവ് ശ്രീറാം. +2 വരെ എങ്ങനെയൊക്കെയോ പഠിച്ച് അവസാനിപ്പിച്ചതും 18 വയസ്സ് തികയുന്ന അന്ന് തന്നെ ഒരുവനുമായി നിശ്ചയം ഉറപ്പിച്ചു. 3 മാസത്തിൽ തന്നെ ആ കല്യാണവും നടത്തി രാജേശ്വരി അവളെ എന്നേക്കുമായി ഒഴിവാക്കി. ഒരു കണക്കിന് പറഞ്ഞാൽ ആ പെണ്ണ് രക്ഷപ്പെട്ടു. കാരണം അവളെ പ്രണയിച്ചുകൊണ്ടിരുന്ന ഒരുവൻ തന്നെയാണ് പയ്യൻ. അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ നിൽക്കാതെ തറവാട്ടിൽ പോയി പെണ്ണ് ചോദിക്കുകയായിരുന്നു. തക്കം പാർത്ത രാജേശ്വരി ഒന്നും നോക്കാതെ ആ കല്യാണം അങ്ങ് നടത്തി. ഇപ്പോൾ അവൾ സന്തോഷമായി അവൻ്റെ വീട്ടിൽ കഴിയുന്നു. 2 ഹരിധർ കൃഷ്ണൻ. ഭാര്യ ആശ ഹരിധർ. കൃഷിക്കാരാണ്. മക്കൾ 1 നന്ദകിഷോർ. ആളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 2 ഗൗരി കൃഷ്ണ. +2 വരെ പഠിച്ച് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അനന്യയെ പോലെ കല്യാണം കഴിപ്പിച്ച് വിടാൻ നോക്കുകയാണ് രാജേശ്വരി. അതിനായി ആരുടെയോ ജാതകത്തിൽ പ്രശ്നമുണ്ടെന്നും 19 കല്യാണം കഴിപ്പിക്കണമെന്നും പറഞ്ഞ് ഓരോ ആലോചനകൾ നോക്കുന്നു. പക്ഷേ +2 മാത്രം പഠിപ്പുള്ള പെണ്ണിനെ ആർക്കും വേണ്ട. ഓരോ ആലോചനയും അങ്ങനെ മുടങ്ങിപ്പോകാറാണ് പതിവ്. 9 മണി കഴിഞ്ഞതും മുത്തശ്ശിയും അച്ഛനും വല്യച്ഛനും കഴിച്ചു കഴിഞ്ഞ് ഗൗരി താഴേക്കിറങ്ങി. അവരെല്ലാം മുറിയിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയാണ് അവൾ ഹാളിലേക്ക് വന്നത്. കണ്ടാൽ പിന്നെ മുത്തശ്ശിക്ക് പറയാൻ അതു മതി. എന്നത്തെയും പോലെ വല്യമ്മയും അമ്മയും അവളെ കാത്ത് അടുക്കളയിലെ ചെറിയ മേശയിൽ ഭക്ഷണവും വെച്ചിരിപ്പുണ്ട്. വേഗം കൈകഴുകി അവളും ഇരുന്നു. 3 ആളും മുഖത്തേക്ക് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നും തമ്മിൽ മിണ്ടിയില്ല. അടുക്കളയിൽ നിന്നും സംസാരം കേൾക്കുന്നത് രാജേശ്വരിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. വല്ല ശബ്ദവും കേട്ടാൽ അപ്പോൾ തന്നെ ഇറങ്ങി വന്ന് നല്ല ചീത്ത വിളിക്കും.
കൂടെ ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല. മൊത്തത്തിൽ വല്ലാത്ത ജന്മമാണ് അവരുടേത്. നേരത്തെ നടന്ന കാര്യങ്ങളുടെ ആഘാതത്തിൽ ഗൗരിക്ക് തൊണ്ടയിൽ നിന്ന് ഒന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. ഒന്നും കഴിച്ചില്ലല്ലോ മോളെ. അമ്മയുടെ ദയനീയമായ നോട്ടം കാണെ അവൾ മതിയെന്ന് ചുണ്ടനക്കി. സ്ലാബിലിരിക്കുന്ന പാത്രം മുഴുവനും കഴുകിവെച്ച് അമ്മയോടും വല്യമ്മയോടും പറഞ്ഞവൾ മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ അടച്ച് കുറ്റിയിട്ടവൾ അതിലേക്ക് ചാരി നിലത്തെ കൂർന്നിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തൂവി. കവിളിലൂടെ ഒഴുകി ചെറിയ ചെറിയ ഏങ്ങലുകൾ മെല്ലെ പൊട്ടിക്കരച്ചിലായി. മുഖം പൊത്തി മുട്ടിൽ മുഖം വെച്ചുകൊണ്ട് കരഞ്ഞു തീർക്കുമ്പോൾ ഹൃദയത്തിനു ഭാരം തോന്നി. ഇതാണ് ഇവിടുത്തെ ജീവിതം. തമ്മിൽ ആരോടും മിണ്ടാതെ, ശരിക്കൊന്ന് ചിരിക്കാനോ കരയാനോ കഴിയാതെ വീർപ്പുമുട്ടിയാണ് ഓരോ നിമിഷവും കഴിഞ്ഞു കൂട്ടുന്നത്. ശ്വാസം വിടുന്ന ശബ്ദം പോലും ഇവിടെ കേൾക്കാൻ പാടില്ല. എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അറിയില്ല. പണ്ടേ ഇങ്ങനെയാണ് മുത്തശ്ശിയുടെയും വല്യച്ഛൻ്റെയും ഭരണം. അച്ഛൻ ഒന്നിലും ഇടപെടില്ല. മുത്തശ്ശി പറയുന്നത് അതുപോലെ അനുസരിക്കും. പക്ഷേ അമ്മയും വല്യമ്മയും ശരിക്കും ഇവിടുത്തെ വീട്ടുജോലിക്കാരാണ്. അവരൊരിക്കലും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇവിടെ വന്നതിൽ പിന്നെ ആരും ചിരിച്ചിട്ടില്ല. ഏട്ടന്മാരുടെ കൂടെ ഒത്തുകൂടി എങ്ങാനും ചിരിക്കുന്നത് മുത്തശ്ശി കണ്ടാൽ പിന്നെ അന്ന് കരയിപ്പിക്കാതെ മുത്തശ്ശി ഉറക്കില്ല. വല്ലാത്ത ആനന്ദമാണ് ഞങ്ങളുടെ കണ്ണുനീരിൽ മുത്തശ്ശി അനുഭവിക്കുന്നത്. അത് പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് വട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീട് ഉറപ്പായി അവർക്ക് ശരിക്കും വട്ട് മൂത്തിരിക്കുകയാണെന്ന്. നിലത്തെ തണുപ്പ് ശരീരമാകെ പടർന്ന് മരവിപ്പ് തോന്നിയപ്പോഴാണ് ഗൗരി കണ്ണുകൾ തുറന്നത്. ചിമ്മി തുറന്ന് തല മെല്ലെ ഉയർത്തുമ്പോഴാണ് നിലത്താണ് തൻ്റെ കിടത്തം എന്ന ബോധ്യമായത്. എല്ലാം ചിന്തിച്ച് എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോയതാണ്. മെല്ലെ എഴുന്നേറ്റുകൊണ്ട് പാവാട ശരിയാക്കി മുറിയിലെ വെളിച്ചം കിടത്തി അരണ്ട വെളിച്ചമിട്ടു. സമയം 12 കഴിഞ്ഞിട്ടുണ്ട്. തറവാട്ടിലെ എല്ലാവർക്കും രണ്ടുറക്കമായി കാണും. ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി വന്നു. ധാവണി ഷാൾ ഊരി ബ്ലൗസും പാവാടയും മാത്രമായി മുടി പിന്നിക്കെട്ടി അവൾ കിടക്കയിലേക്ക് ചാഞ്ഞു. ഇനി ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നല്ല ക്ഷീണം തോന്നി അവൾക്ക്. കൂടെ വിശപ്പും. കഴിക്കാതെ വന്ന നിമിഷത്തെ ഒരു നിമിഷം പഴിച്ചവൾ. എന്നാൽ കഴിക്കാതിരിക്കാനുള്ള കാരണമോർക്കെ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. കല്യാണ ആലോചന. ആരൊക്കെയോ വന്ന് കണ്ടിഷ്ടമായെന്നും പോകുന്നതും പിന്നീട് വിളിച്ച് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്നും പഠിപ്പില്ലാത്ത ഒരു പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് താൻ അറിഞ്ഞിട്ടില്ല കല്യാണാലോചനകൾ. അവർ വേണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം താങ്ങേണ്ടത് താനാണ്. അവരോടും തന്നോടുമുള്ള ദേഷ്യം പട്ടിണിക്കിട്ടും വീട്ടിലെ പണികൾ ചെയ്യിച്ചും മുത്തശ്ശി തീർക്കുമ്പോൾ ആ മുഖത്ത് വല്ലാത്തൊരു പകയാണ്. എന്തിനാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാതെ പോയ പക. മൂക്കിൻ തുമ്പിലൂടെ ഒഴുകി വന്ന കണ്ണുനീരിനെ പുറം കൈകൊണ്ട് തുടച്ചു മാറ്റി കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നിട്ടും ഉറക്കം വരാതെ ആയതും എന്നത്തെയും പോലെ വെളുത്ത കുതിരയും തന്നെ ഇവിടെ നിന്നും രക്ഷിക്കാൻ വരുന്ന രാജകുമാരനെ മനസ്സിൽ നിറച്ചവൾ ഉറക്കത്തെ വരവേറ്റു. പൂജാമുറിയിലും തുളസിത്തറയിലും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് സുജാത വരാന്തയിൽ ഹരിയുടെ ചെരുപ്പ് കാണുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ മുറ്റത്തെ സൈഡിലായി ബുള്ളറ്റുമുണ്ട്. ഇതെപ്പോ വന്നെൻ്റെ ദേവി? ഈ കുടിച്ചു കൂത്താടിയാണോ വന്നത്? മകന്റെ മുറിയുടെ വാതിൽ മെല്ലെ ഉന്തി തലയിട്ട് നോക്കുമ്പോൾ ആള് കമിഴ്ന്ന് കിടന്ന് നല്ല ഉറക്കമാണ്. ഷർട്ട് നിലത്തായി ചുരുട്ടി കൂട്ടിയിട്ടിട്ടുണ്ട്. ഫോണും പേഴ്സും കൂടെ സിഗരറ്റിന്റെ പാക്കറ്റും മേശയിൽ വെച്ചിട്ടുണ്ട്. ഹരിയെ ഒന്നുകൂടി നോക്കി തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ നടന്നു സുജാത. ഹീതുവിന് രാവിലെ പോകാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം. രാത്രി അരച്ചുവെച്ച പുളിദോശയ്ക്കുള്ള മാവെടുത്ത് വെച്ചവർ. കൂടെ സാമ്പാറിന് വേണ്ട പച്ചക്കറികൾ കഴുകിയെടുത്ത് എല്ലാം അരിഞ്ഞു. കുറച്ചു കഴിയുമ്പോൾ തന്നെ ഹീതു എണ്ണീറ്റ് വന്നിരുന്നു. പിന്നെ അവൾ ദോശ ചുടാൻ നിന്നതും സുജാത സാമ്പാറിന് ചട്ടി അടുപ്പത്ത് വെച്ചു. 10:30 കഴിഞ്ഞിരുന്നു ഹരി എഴുന്നേക്കുമ്പോൾ. മുറ്റത്തേക്കിറങ്ങി പല്ലും തേച്ച് മുഖവും കഴുകി വരുമ്പോൾ അമ്മ അടുക്കള വാതിൽക്കലിരുന്ന് അടയ്ക്ക ചുരണ്ടുവാണ്. അമ്മേ, കഴിക്കാൻ. അവൻ അടുക്കളയിലേക്ക് ഇറങ്ങി. നീ രാത്രി എപ്പോഴാ വന്നത്? രാവിലെയാ, ഒരു 5:30 മണിയായി കാണും. കട്ടന് വെള്ളം വെച്ചുകൊണ്ട് അവൻ പറയേ സുജാത പഠിക്കൽ നിന്ന് എണീറ്റ് കൈയും കഴുകി ദോശ ചട്ടി അടുപ്പത്ത് വെച്ചു. കുറിക്കുള്ള പൈസയായോ? നാളെയാണ് ദിവസം, മറന്നുപോയേക്കല്ലേ? അവൻ തലയാട്ടി. സുജാത ഓരോ ദോശ ചുട്ടെടുക്കുമ്പോഴും അവൻ ചൂടടുപ്പിന് തിട്ടയിലിരുന്ന് കഴിച്ചെഴുന്നേറ്റു. ഇന്ന് ലോഡൊന്നുമില്ലേ? ഉണ്ട്, ഉച്ച കഴിഞ്ഞ. ഹാളിലേക്ക് നടന്നവൻ വിളിച്ചു പറഞ്ഞതും പ്ലേറ്റ് എല്ലാം കഴുകി വെച്ച് സുജാത തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞു.
മുറിയിൽ നിന്ന് ഫോൺ എടുത്ത് വരാന്തയിലേക്ക് ഇറങ്ങിയവൻ അവിടെ ഇരുന്നു. 2-3 മിസ്ഡ് കോൾസ് ഉണ്ട്. ഒന്ന് ബിബിയുടെയും ഒന്ന് ശ്രീയുടെയുമാണ്. വാട്സപ്പിൽ കയറി വന്ന മെസ്സേജിലൂടെ ഒന്ന് കണ്ണുകൾ പായിച്ച് ഫോൺ ഓഫാക്കി മാറ്റി വെച്ചവൻ ആ വരാന്തയിലേക്ക് ചാഞ്ഞു കടന്നു. സൂര്യവെളിച്ചം അവൻ്റെ മുഖത്തേക്ക് പതിക്കുന്നുണ്ട്. കണ്ണുകൾ ചുളുക്കി ഒന്ന് ചിരിച്ചവൻ കൂടെ നെഞ്ചി തടവി മനസ്സിലേക്കൊരു രൂപം ആവാഹിച്ചെടുത്തു. അർഹതയുടെ തുലാസിലിട്ട് തൂക്കുമ്പോൾ ഒരിറ്റുഭാരം പോലുമില്ലാത്ത അവൻ്റെ മോഹം. അതായിരുന്നു ആ രൂപത്തോടവന്. ഗൗരി. അമ്മേ, അവരെത്തി. മുറ്റത്തേക്ക് കയറി വന്ന കാറ് കടതും വിശ്വ ഹാളിലേക്ക് ധൃതിയിൽ നടന്നു വന്നു. നീ അവരെ അകത്തേക്ക് ക്ഷണിക്ക, ഞാനിപ്പോൾ വരാം. മുറിയിൽ നിന്ന് മുടിയൊതുക്കിക്കൊണ്ട് രാജേശ്വരി പുറത്തേക്കിറങ്ങി കൃഷ്ണന്റെ മുറിയിലേക്ക് പോയി. വിശ്വ തിരിച്ച് ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ കാറിൽ നിന്നിറങ്ങി എല്ലാവരും മുറ്റത്ത് നിൽപ്പുണ്ട്. അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വരൂ. വിശ്വ അകത്തേക്ക് ക്ഷണിച്ചതും അവർ ചിരിയോടെ അകത്തേക്ക് കയറി. ആഹാ, നിങ്ങൾ ഇരിക്കൂ, എല്ലാവർക്കും സുഖമല്ലേ? ഹാളിലേക്ക് കയറി വന്നവരോട് മുഖത്ത് നിറഞ്ഞ ചിരിയോടെ രാജേശ്വരി സോഫയിലേക്ക് ഇരുത്തി. അവരും പുഞ്ചിരിയോടെ ഇരുന്നു. കൂടെ കൃഷ്ണനും അടുക്കളയിൽ നിന്ന് ആശയും അങ്ങോട്ട് വന്നിരുന്നു. പയ്യനും അച്ഛനും അമ്മയും കൂടെ ബ്രോക്കറുമാണ് വന്നിരിക്കുന്നത്. പയ്യന്റെ കണ്ണുകൾ ചുറ്റും പായുന്നത് രാജേശ്വരി ശ്രദ്ധിച്ചു. ഇതാണല്ലേ പയ്യൻ? ഫോട്ടോയിൽ കണ്ടതിനേക്കാളും സുന്ദരനാണല്ലോ. പേരെന്താന്നാ പറഞ്ഞേ? സന്തോഷ്. അവൻ ചിരിച്ചു. ഇതാണ് പെണ്ണിൻ്റെ അച്ഛൻ, ഇതമ്മ. അറിയാം, കൃഷ്ണനെ ഞാൻ ടൗണിൽ കാണാറുണ്ട്. ബാലൻ അയാളെ നോക്കി പറഞ്ഞതും കൃഷ്ണൻ വരുത്തിയ ചിരിയോടെ അമ്മയുടെ അടുത്തായിരുന്നു. വേറെ എന്തെങ്കിലും? ഏയ്, എല്ലാം അറിഞ്ഞും പറഞ്ഞുമല്ലേ വന്നത്. ഇനി പെണ്ണിനെ ചെക്കനൊന്ന് കണ്ടാൽ മതി. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കല്യാണമോ നിശ്ചയമോ അങ്ങനെ. ബാലൻ പറയുന്നത് കേൾക്കെ ആശ ഞെട്ടലോടെ അമ്മയെ നോക്കി. ആ മുഖത്തെ ചിരി അവരിൽ വെറുപ്പും അറപ്പും സൃഷ്ടിച്ചു. ആശേ, മോളെ വിളിക്ക്. അവരുടെ മുന്നിലുള്ള കൽപ്പനയായതുകൊണ്ട് തലയാട്ടിയവർ അടുക്കളയിലേക്ക് നടന്നു. വല്യമ്മയുടെ സാരിത്തലപ്പ് പിടിച്ച് തലയും താഴ്ത്തി നിൽക്കുന്ന മകളെ കാണെ അവരുടെ നെഞ്ചു പിടഞ്ഞു. ഒരു വാക്ക് എതിർത്തു പറഞ്ഞിട്ടില്ലവൾ. പറഞ്ഞിട്ടും കാര്യമില്ല. ഗൗരി. അമ്മയുടെ വിളിയിൽ അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ആ മുഖത്തേക്ക് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല, നിർവികാരത മാത്രം. വാ, മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ആശയുടെ ശബ്ദം ചിലമ്പിച്ചു. അവൾ തലയാട്ടി ഒഴിച്ചു വെച്ചിരുന്ന ചായ ട്രേയും എടുത്ത് മുമ്പിലായി നടന്നു. ഏട്ടത്തി, അവൾ എന്തോ ഒന്നും പറയാത്തത്? ആശയുടെ ശബ്ദമിടറി. അവൾ എന്തു പറയാൻ ആശേ? ഒന്നും ആരും ചെവിക്കൊള്ളില്ല. അനുവിനെ പോലെ അവളും രക്ഷപ്പെടുവാണെ രക്ഷപ്പെടട്ടെ. പ്ലേറ്റ് എടുത്തു പോയതും ആശ കണ്ണുകൾ തുടച്ചു. ട്രേയും പിടിച്ച് തലയും താഴ്ത്തി നടന്നു വരുന്ന പെണ്ണിൽ അവൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. കടും പച്ചയും പിങ്കും ഇടകലർന്ന ധാവണിയാണ് വേഷം. കാതിൽ ജിമിക്കയും കഴുത്തിൽ നേർത്ത ഒരു ചെയിനും. മുടി പിന്നി ഒന്നാകെ പിന്നിലായി ഇട്ടിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആരും കൊതിച്ചു പോകുന്ന പെണ്ണ്. ദേവതയെ പോലെ. അവൻ്റെ കണ്ണുകളിലെ തിളക്കം വർദ്ധി. അവർക്ക് കൊടുക്ക് ഗൗരി. ആദ്യമായി മയത്തോടെ തന്നോട് സംസാരിക്കുന്ന മുത്തശ്ശിയെ ഒന്ന് നോക്കിയവൾ. രൂക്ഷമായ ഒരു നോട്ടമാണ് തിരിച്ചു കിട്ടിയത്. വേഗം തന്നെ ആരെയും നോക്കാതെ തലയും താഴ്ത്തി ചായ നീട്ടി. എല്ലാവരുടെയും നോട്ടങ്ങൾ തന്നുടെ മേലെയാണെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ട്രേ ടീപ്പോയിൽ വെച്ച് അമ്മയുടെ സൈഡിലായി നിന്നു. ഇതൊന്നും ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യം. എത്രയോ തവണ ഈ ആട്ടം ഇതുപോലെ ഇവിടെ താൻ ആടിത്തീർത്തിട്ടുണ്ട്. പുച്ഛമാണ് സ്വയം തോന്നിയത്. പെണ്ണിനെ ഇഷ്ടമായോ സന്തോഷിന്? വിശ്വ ചോദിക്കെ അവനിൽ കള്ളച്ചിരിയാണ്. ഇഷ്ടമായി. കണ്ണുകൾ താഴ്ത്തി നാണത്തോടെ പറയുന്നവനെ ഒന്ന് നോക്കി ഗൗരി. പക്ഷെ ആ മുഖം കണ്ടിട്ടും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, ഒരു വികാരവും. അവൻ്റെ ആദ്യത്തെ പെണ്ണുകാണലാണേ. അതാ ഈ നാണം. ചെക്കൻ്റെ അമ്മയാണ് പറഞ്ഞത്. മുത്തശ്ശി ചിരിക്കുന്നത് ഗൗരി കടം കണ്ണാലെ കണ്ടു. ഇനി എങ്ങനെയാ കാര്യങ്ങൾ? പെണ്ണിനെ ഇഷ്ടമായ സ്ഥിതിക്ക് ബാക്കി കൂടി വിശ്വ തുടക്കമിട്ടു. ഉടനെ തന്നെ നടത്താനാണെങ്കിൽ അങ്ങനെ. ഞങ്ങൾക്ക് ഒരു എതിരുമില്ല. കാരണം ഞങ്ങൾക്ക് ഇവന് ഒരുത്തം മാത്രമാണേ. വീട്ടിൽ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഒരു മരുമകൾ വന്ന മകളായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമല്ലോ. അതാണ് ഞാനും ഇവളും ഇത്ര തിടുക്കം. ബാലൻ നറുചിരിയോടെ പറഞ്ഞു. എന്നാൽ നമുക്ക് ഇവരുടെ ജാതകം നോക്കി നല്ല മുഹൂർത്തം കുറിക്കാം. കഴിയുമെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ ഇതങ്ങ് നടത്താം. ഞാൻ പറഞ്ഞില്ലേ പെണ്ണിൻ്റെ ജാതകത്തിൽ ചെറിയ ദോഷമുണ്ടെന്ന്. അതാ. രാജേശ്വരി എല്ലാവരെയും നോക്കി പറഞ്ഞു. മോക്ക് ഞങ്ങളുടെ മോനെ ഇഷ്ടമായോ? പയ്യൻ്റെ അമ്മ സുധ ഗൗരിയെ നോക്കി ചോദിക്കെ രാജേശ്വരി ഒന്ന് ഞെട്ടി. എങ്ങാനും അവൾ എതിർത്തു പറയുമോ എന്ന് അവർ ഭയന്നു. ആശ പ്രതീക്ഷയോടെ മോളെ നോക്കിയതും ഗൗരി മുത്തശ്ശിയെയും വല്യച്ഛനെയും നോക്കി ആയെന്ന് തലയാട്ടി.
ആ അത് മതി. ചെക്കൻ്റെ സമ്മതം പോലെ തന്നെ പ്രധാനമാണല്ലോ പെണ്ണിൻ്റെ സമ്മതവും. അതെ അതെ. രാജേശ്വരി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഇനിയും നിന്ന് കാല് കിഴയ്ക്കാൻ താല്പര്യമില്ലാതെ ഗൗരി അടുക്കളയിലേക്ക് തിരിഞ്ഞു. പുറകെ തന്നെ ആശയും പ്രേമയും. ഒന്നും അഭിപ്രായം പറയാനോ മകളെ നോക്കാനോ സാധിക്കാതെ കൃഷ്ണൻ അവിടെ ഇരുന്നതേ ഉള്ളൂ, നെഞ്ചിലെരിയുന്ന കനലുമായി. ടൗണിൽ പച്ചക്കറി ഇറക്കാനുള്ള ലോഡായിരുന്നു ഹരി ഏറ്റെടുത്തത്. ഉച്ചയ്ക്ക് 2:30 എല്ലാം കഴിഞ്ഞിരുന്നു. അജയുടെ വീട്ടിലേക്ക് വണ്ടിയുമായി ചെല്ലുമ്പോൾ അവൻ കാറ് കഴുകി മുറ്റത്ത് തന്നെയുണ്ട്. വലിയ 2 നില വീടാണ് അവൻ്റേത്. കാറും ബൈക്കും ജീപ്പും ലോറിയും അങ്ങനെ പലതരം വണ്ടിയാണ് അവർക്കുള്ളത്. എല്ലാം അവൻ്റെ അച്ഛൻ്റെയാണെന്ന് പറയാം. ഇന്ന് ലോഡുണ്ട് ഹരി, നീ വരുന്നോ അതോ വേറെ ആരെങ്കിലും വിളിക്കണോ? വണ്ടിയുടെ താക്കോൽ കൊടുക്കുമ്പോൾ അജയുടെ അച്ഛൻ തിരക്കി. അത് ദാമു ഏറ്റിട്ടുണ്ട് അച്ഛാ, അവൻ കൊണ്ടുപോകും. ദാമു അവരുടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവനാണ്. കൂടെ ഡ്രൈവിങ്ങും അവൻ ചെയ്യും. ആണോ, എന്നാൽ ഇനി നാളെ രാവിലെ വന്നാൽ മതി. അജയ് പറഞ്ഞത് കേൾക്കെ അച്ഛൻ ഹരിയെ നോക്കി അറിയിച്ചു. അവൻ തലയാട്ടി സിറ്റ് ഔട്ടിലെ തിണ്ണയിലേക്ക് കയറിയിരുന്നു. അയാൾ അകത്തേക്ക് നടന്നു. നീ ഒരു കാര്യം അറിഞ്ഞോ ഹരി? ഹരിയുടെ ഇരിപ്പ് കണ്ടതും ഹോസ് ഗാർഡനിലേക്ക് എറിഞ്ഞുകൊണ്ട് ഹരിയുടെ അടുക്കലേക്ക് വന്നിരുന്നു അജയ്. എന്താടാ? അവിടെ മണിമംഗലം തറവാട്ടിൽ ഇന്നും ഒരു പെണ്ണ് കാണൽ നടന്നിട്ടുണ്ടെന്ന്. ഹരി കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ ഇന്നലെ രാത്രി വരെ അച്ഛൻ്റെ കൂടെയായിരുന്നു. എന്തൊക്കെയോ പദം പറഞ്ഞു കരഞ്ഞെന്ന അച്ഛൻ അമ്മയോട് പറഞ്ഞത്. ഹരി കണ്ണുകൾ പുറത്തേക്ക് വായിച്ചു. കേട്ടിരിക്കാം എന്നല്ലാതെ എന്തു ചെയ്യാൻ? ആരാ പയ്യൻ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവൻ തിരക്കി. അതറിയില്ല. ആ തള്ളയ്ക്കും പിന്നെ മറ്റേ അയക്കും മാത്രമേ അറിയുള്ളൂ. ഇന്ന് വന്നിട്ട് വേണം ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ. അജയുടെ ശബ്ദത്തിൽ പുച്ഛം കലർന്നു. എന്താണ് നീ ആലോചിക്കുന്നത്? കണ്ണുകൾ ചിമ്മിക്കാണിച്ച് ഒന്ന് ചിരിച്ചവൻ. അപ്പോൾ ഇന്ന് പണിയുണ്ടാവും അല്ലേ? അജയുടെ മുഖത്തെ ചിരിമെല്ലെ ഹരിയിലേക്കും പടർന്നു.